കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ ഓൺലൈൻ അഡ്മിഷൻ വെബ് പോർട്ടലായിട്ടുള്ള admission.uoc.ac.in എന്നുള്ള വെബ്സൈറ്റ് ഗൂഗിളിലോ അഡ്രസ് ബാറിലോ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു മെയിൻ ഇൻ്റർഫേസിലാണ് നമ്മൾ എത്തുക. നോട്ടിഫിക്കേഷൻ, പ്രോസ്പെക്ടസ് എല്ലാം ഉണ്ട്. ആദ്യമായിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കുന്നു. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 6/8 അവസാനിക്കുന്നത് 16/8. ഇനി നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള പ്രീവിയസ് ഇൻഡെക്സ് മാർക്കാണ്. ഇൻഡെക്സ് മാർക്കിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സിൽ, ആ പ്രോഗ്രാമിൽ ഒരു ജില്ലയിലുള്ള ഒരു കോളേജിൽ വന്നിട്ടുള്ള അവസാന ഇൻടേക്ക് എത്രയാണ്, ഏത് ഇൻഡെക്സ് മാർക്കുള്ള ആളെയാണ് അവസാനമായിട്ട് എടുത്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുന്നത് കോഴ്സുകളാണ്. നമ്മൾ ഉദ്ദേശിച്ച കോഴ്സുകളുള്ള അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു കോഴ്സുള്ള കോളേജുകൾ ഏതാണ് എന്ന് തിരിച്ചറിയാൻ ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വരുന്ന ലിസ്റ്റിൽ ഞാൻ പ്രോഗ്രാം, കോഴ്സ്, അതുപോലെ ഡിസ്ട്രിക്റ്റ് ഇത് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ വന്നിട്ടുള്ള ലിസ്റ്റിലുള്ള ഓരോ കോളേജും ഏത് വിധത്തിലുള്ളതാണ്, അവിടെ എത്ര സീറ്റ് ആണ് ഉള്ളത്, എയ്ഡഡ് ആണോ, സെൽഫ് ഫിനാൻസ് ആണോ, ഗവൺമെൻറ് ആണോ എന്നുള്ളത് കൃത്യമായ ഒരു കോളേജിൻ്റെ ഡീറ്റെയിൽ അറിയാൻ ഞാനിപ്പോൾ പാലക്കാട് ജില്ലയിലെ KSHM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടുക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് കിട്ടുന്നു. അഡ്രസ്സ്, കോൺടാക്ട് നമ്പർ, അവിടെയുള്ള 7ഓളം പ്രോഗ്രാമുകൾ കിട്ടുന്നു, എത്ര സീറ്റുകളുണ്ട്, അവിടേക്കുള്ള ലൊക്കേഷൻ കിട്ടുന്നു തുടങ്ങി വളരെ വിശദമായിട്ട് നമുക്ക് ആ ക്യാമ്പസിനെ മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും നമ്മുടെ മെയിൻ ഇൻ്റർഫേസിലേക്ക് നമ്മൾ വരുന്നു. എലിജിബിലിറ്റി അതുപോലെ ഇൻഡെക്സിങ് റൂൾസ് എങ്ങനെയാണ് നമ്മളൊരു കോഴ്സിന് എലിജിബിൾ ആണ് എന്ന് തെളിയിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്, ഒപ്പം അതിനുള്ള എങ്ങനെയാണത് കണക്കാക്കുന്നത്. ഇൻഡെക്സ് മാർക്ക് കൃത്യമായിട്ട് വേണ്ട, എലിജിബിലിറ്റി ഉണ്ട്, ടൈ ബ്രേക്ക് ആണെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതുണ്ട്. നമ്മൾ ടോട്ടൽ മാർക്കുമായിട്ട് ടോട്ടൽ മാർക്കിൽ നിന്ന് എങ്ങനെയാണ് വെയിറ്റേജ് എടുക്കുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് അവിടെ കാണാം. ഇനി നമ്മൾ അപ്ലൈ നൗ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ബേസിക്കലി ഇതിൻ്റെ തുടക്കത്തിൽ കാണുന്ന ഒരു ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിൽ രജിസ്ട്രേഷൻ UG ക്യാപ്പ് തന്നെയാണ്, ഇയർ ഓഫ് പാസിംഗ് ഉണ്ട്, രജിസ്റ്റർ നമ്പർ ഉണ്ട്, ഏത് സ്ട്രീമാണ്, സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് തുടങ്ങിയ ഏതിലാണ്, ബോർഡ് ഏതാണ്, HSC ആണെങ്കിൽ അത്, എത്ര ചാൻസ് എടുത്തിട്ടാണ് നമ്മൾ ജയിച്ചിട്ടുള്ളത്. അതുപോലെ പിന്നീട് രണ്ടാമത്തെ ഒരു ഏരിയ വരുന്നത്, രണ്ടാമത്തെ ടാബിൽ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. നെയിം, അഡ്രസ്, അതുപോലെ നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ സ്റ്റേറ്റ്, ജെൻഡർ, പിൻകോഡ്, അതുപോലെ നമ്മുടെ ഡിസ്ട്രിക്റ്റ്, ഫോൺ നമ്പർ, മെയിൽ ID തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. പാരൻറ്റിൻ്റെ നെയിം, അതുപോലെ താലൂക്ക് എല്ലാം ഉണ്ട്. ഇതൊക്കെ മാൻഡേറ്ററി ആണ്. രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് I am not a robot എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇതൊരു ക്യാപ്ഷ ചെക്ക് കൂടിയാണ്. അത് ചെക്ക് ഇൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ടിക്ക് വന്നു കഴിഞ്ഞാൽ നേരെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ OTP വരും, ക്യാപ്പ് ID വരും, നമുക്കൊരു സീക്രട്ട് കോഡ് കൂടി വരുന്നു. അപ്പോൾ അതെല്ലാം വേണ്ട രീതിയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് തന്നിട്ടുള്ള വിവരങ്ങൾ വെച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ക്യാപ്പ് IDയും സീക്രട്ട് കോഡും വെച്ചതിന് ശേഷം ഏറെക്കുറെ നമ്മുടെ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെയിം ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് അവിടെ നമ്മൾ അവസാനമായിട്ട് പഠിച്ചിട്ടുള്ള സ്ഥാപനത്തിൻ്റെ പേരെഴുതുക. ഇനി കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിൽ പെർമനൻ്റ് അഡ്രസ്സ് നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ട്, അത് തന്നെ മതിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെയിം ഓപ്ഷൻ തന്നെ ടിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ പെർമനൻ്റ് അഡ്രസ്സ് എന്നുള്ളത് തന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സായിട്ട് മാറുകയും ചെയ്യും. പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് റിസർവേഷൻ ഡീറ്റെയിൽസ് വരുന്നു. റിസർവേഷന് നമ്മൾ ഏതാണ് റിലീജിയൻ അത് കൃത്യമായിട്ട് കൊടുക്കുക. റിസർവേഷൻ കാറ്റഗറി ഏതാണോ അത് കൊടുക്കുക. കാസ്റ്റ് ഏതാണോ അത് കൊടുക്കുക. നോൺ ക്രീമി ലെയർ ആണോ എന്നുള്ളത് NCL ആണോ അല്ലെങ്കിൽ നോൺ ക്രീമി ലെയർ ആണോ എന്നുള്ളത് കൃത്യമായി കൊടുക്കുക. മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണെങ്കിൽ അയാളെ പരിഗണിക്കണമെങ്കിൽ കൃത്യമായി അതിവിടെ സൂചിപ്പിക്കണം. കമ്മ്യൂണിറ്റി കോളേജുകളിലേക്കുള്ള റിക്വസ്റ്റ് കഴിഞ്ഞ വർഷത്തെ പോലെ സെപ്പറേറ്റ് അല്ല. ഇതിൻ്റെ കൂടെയുള്ള ലിസ്റ്റുകളിലെ കോളേജുകളിൽ നിന്ന് തന്നെയാണ് കമ്മ്യൂണിറ്റി കോളേജുകൾ കമ്മ്യൂണിറ്റി കോഴ്സും തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുമിച്ചായിരിക്കും മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രാവശ്യം കോളേജ് എൻ്റർ ചെയ്യേണ്ടത്. എയ്ഡഡ് കോളേജുകളിൽ മാത്രമാണ് നമുക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ S എന്ന് കൊടുക്കുക, NSS ഉണ്ടോ, സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് ഉണ്ടോ തുടങ്ങി വ്യത്യസ്ത വെയിറ്റേജുകൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ
60 KB ഒതുങ്ങുന്ന ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ മാർക്കാണ്. നമ്മുടെ ഓരോ പേപ്പേഴ്സിനും കിട്ടിയിട്ടുള്ള മാർക്കുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ടോട്ടൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് വ്യത്യസ്ത കോളേജുകളാണ്. 20 വരെയുള്ള ഓപ്ഷനുകളുണ്ട്. മാക്സിമം ഓപ്ഷൻസുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. മുൻകൂട്ടി തയ്യാറാക്കിയ നമ്മുടെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് വേണം നമ്മൾ കൃത്യമായിട്ട് ഇത് കൊടുക്കേണ്ടത്. 20 എണ്ണം വരെ കൊടുക്കുക എന്നുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ പ്രയോറിറ്റി ലിസ്റ്റിനനുസരിച്ച് കൃത്യമായി കൊടുക്കുക. കമ്മ്യൂണിറ്റി കോളേജുകൾ ആദ്യം കൊടുക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഒരു ഡ്രാഫ്റ്റ് നമ്മൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ തെറ്റുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ്. ഇവിടെ നമുക്ക് കമ്മ്യൂണിറ്റി കോട്ട ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. പ്രയോറിറ്റി 3 ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഐ ഹിയർ ബൈ എന്ന് പറയുന്ന ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുന്നതോടുകൂടി പേയ്മെൻറ്റിലേക്കാണ്, അവസാന സ്റ്റെപ്പായിട്ടുള്ള പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. ഓൺലൈൻ SBI ബാങ്ക് വഴി ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. SBI ഗേറ്റ് വേ, അത് നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് അക്ഷയ സെൻറ്റർ വഴി, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയിട്ടുള്ള 4 ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിൽ SBI പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴിയായിരിക്കും കൂടുതൽ പേർക്കും ചെയ്യാൻ എളുപ്പമുണ്ടാവുക. ഓൺലൈൻ നെറ്റ് ബാങ്കിങ് ഉള്ളവർ, SBI ഓൺലൈൻ നെറ്റ് ബാങ്കിങ് ഉള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാൻ സാധിക്കും. താങ്ക് യു ഓൾ.